അത് എന്തിനൊക്കെയോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഈ ദിലീപിൻ്റെ കേസ് ഈ സർക്കാർ അല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ ദിലീപിനകത്തിടുമോ? വ്യക്തി ചെയ്യുന്ന കള്ളത്തരത്തിന് സർക്കാർ എങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും? ഇതിന്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട്. കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് വിജയിക്കണ്ടേ? ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചിരുന്നൊരു കാര്യമാണ്. ഈ ഒരു സമയം വന്നപ്പോൾ കറക്റ്റായിട്ട് അതെടുത്ത് മുമ്പിലോട്ട്. സജി ചെറിയാൻ അങ്ങനെ അയാളും കേവലം ഒരു മന്ത്രി, ഒരു ജനപ്രതിനിധി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്നുകൊണ്ടൊരു റിപ്പോർട്ട് വന്നിട്ടില്ലേ, അത് എന്തിനൊക്കെയോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കൈൻഡ് ലൈക്ക് അവർക്ക് ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതിൻ്റെ കൂടാതെ തന്നെ മറ്റേ ഫ്ലഡിൻ്റെ ആ ഒരു ഇഷ്യൂ കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു ലീഡ് ഉള്ള പോലത്തെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്. അഖിൽ മാരാർന്നുകൊണ്ട് ഒരാൾ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അതിനൊരു ആൻസർ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ പറ്റിയിട്ടൊരു ഇഷ്യൂ വന്നപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചിരുന്നത്, നിങ്ങൾ ആലോചിക്കണം, ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചിരുന്നൊരു കാര്യമാണ്. ഈ ഒരു സമയം വന്നപ്പോൾ കറക്റ്റായിട്ട് അതെടുത്ത് മുമ്പിലോട്ടിട്ടു. എന്തിനായിരുന്നു അതിട്ടത്? ആരെങ്കിലും ചോദിച്ചു? ആരെങ്കിലും പറഞ്ഞു അതിനെതിരെ? ഒന്നും സംസാരിച്ചില്ല. എന്തിനും ഹൈഡ് ചെയ്യാൻ വേണ്ടി വ്യക്തമായിട്ടൊരു പ്ലാൻ എഴുതി ഇതെടുത്ത് അവിടെ എക്സിക്യൂട്ട് ചെയ്തതാണ്. അത് വ്യക്തമായിട്ട് നടക്കും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അത്രയും നാൾ സംസാരിച്ചിരുന്ന ഫ്ലഡിനെ പറ്റി, ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന പൈസകളെ പറ്റി, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പിറ്റേ ദിവസം തന്നെ ന്യൂസിൽ ഓൾറെഡി അതെല്ലാം മാഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി. എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന മോഹൻലാലും മമ്മൂട്ടി ആരെ പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള ഭയങ്കര ഇഷ്യൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേത് പാടെ മറന്നു. മുഖ്യമന്ത്രി സേഫായി, ഭരിക്കുന്ന പാർട്ടി സേഫായി, ബാക്കിയുള്ള ആൾക്കാരും സേഫായി. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിന്തയ്ക്ക് ഇങ്ങനെ പോകാം നമുക്ക്. അങ്ങനെയൊക്കെ ഇങ്ങനെ കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ഒരാൾ പ്രതികരിക്കാൻ തുടങ്ങിയത്, അപ്പം അതിൻ്റെ ചെയിൻ പിടിച്ച് പലരും പ്രതികരിക്കാൻ തുടങ്ങിയതായിരിക്കും. ഇതിപ്പോൾ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഓരോ ട്രെൻഡ് ഇപ്പം നമ്മൾ വരുന്നു, അത് യൂസ് ചെയ്യുന്നു, അത് കഴിയുന്നു എന്നുള്ളതുപോലെ കുറച്ച് മീഡിയാസിന് സർക്കാർ പറഞ്ഞു വ്യക്തിപരമായിട്ട് ആരെങ്കിലും പേരിൽ അവർ കേസ് ഫയൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ നനച്ചടിച്ച് 4 വശം തെറിക്കുന്നതുപോലെ രീതിയിൽ സംസാരിക്കണ്ടല്ലോ. എത്ര പേര് ഉണ്ട് അനുഭവങ്ങൾ. നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ചൂണ്ടിക്കാട്ടുക. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ദിലീപിൻ്റെ കേസ് ഈ സർക്കാർ അല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ ദിലീപിനകത്തിടുമോ? ഒരിക്കലും അകത്തിടില്ല. അത്ര ഇച്ഛാശക്തിയും വിൽ പവറും ഉള്ള ഒരു സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. പൊതുവേ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലും ഒരു ക്ഷേമത്തിനും ഐശ്വര്യത്തിനും മുൻകൈ എടുക്കുന്ന സർക്കാരാണ്. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഇന്ന് ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്തിലും വലിയ സിനിമാ വ്യവസായമുണ്ട്. ആ സിനിമാ വ്യവസായത്തെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നടക്കില്ല. അവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ നടക്കില്ല. ആ സിനിമാ വ്യവസായത്തെ തകർക്കാൻ ഒക്കെ സിനിമാ വ്യവസായം കൊണ്ട് സർക്കാരിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിൽ പണിയെടുക്കുന്നത്. ഒരു സെറ്റിൽ ചെന്നതിന് 50 ഒരു 2-3 ആർട്ടിസ്റ്റുകളായിരിക്കും. ബാക്കിയെല്ലാം പാവങ്ങളാണ്. അവിടെ കുക്ക് ചെയ്യുന്നതും അവരുടെ ചായ കൊടുക്കുന്നതും അവരുടെ റോള് വലിച്ചുകൊണ്ട് പോകുന്നതും ഡ്രൈവർമാരും എത്രയോ കുടുംബങ്ങൾ ജീവിക്കണം. ആ വ്യവസായത്തെ തകർക്കാൻ ഞാൻ അഭിപ്രായം പറഞ്ഞത് തകർക്കുകയില്ല. അങ്ങനെ ഒരു 15 അംഗം അല്ലല്ലോ അതിനകത്തുണ്ട് പറയുന്നു. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നെന്ന് പറയുമ്പം അതിനെപ്പറ്റി അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനിപ്പം എത്ര പേര്, അതിപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവർക്കും മുഖങ്ങൾ തന്നെ വേണമെന്ന് തന്നെ ഇല്ല. അതൊരു പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞതാണ്. ഇവിടെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പം ആ ഇഷ്യൂവിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണുള്ളത്. അതല്ലാതെ അതിൻ്റെ എത്ര പേരുണ്ട്, അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ തന്നെ വരണം എന്നൊന്നും നമ്മൾ അവരുടെ നോക്കണ്ട. അതിപ്പോൾ ഏത് പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാലും ഇങ്ങനൊരു വിഭാഗം കാണും, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണെങ്കിലും ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉള്ളവർ കാണും. അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രേ പേഴ്സണിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ തിരുത്തുക, ബാക്കിയുള്ളതിനൊരു മുമ്പോട്ടുള്ളതിനകത്തോട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതിനുണ്ട്. പവർ ഗ്രൂപ്പ് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് ഞാൻ യോജിക്കുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ ഇഷ്യൂ. ഒരു ഇഷ്യൂ നടന്നതിനകത്ത് അതിൻ്റെ പരിഹാരം എടുക്കുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നെന്ന് ഒരു കമ്മിറ്റിയാണ് പറഞ്ഞത്. ആരും ഒരു ലീഗലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പറഞ്ഞത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റിസിൻ്റെ മേലിലുള്ള ഒരു സംഭവമാണ് പറയുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് തുറന്നു കാട്ടുമ്പോൾ അത് എത്ര പേരുണ്ടെന്ന്, അതിപ്പം ഇനിയിപ്പോൾ 15 അംഗം അല്ലെന്ന്, ഇപ്പോൾ 15 അംഗം തന്നെ ആണെന്ന് തന്നെ ഉണ്ടോ, അതിന് 20 അതിൻ്റെ അംഗങ്ങൾ കൂടിക്കൂടെ? അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിലപാടുകൾ എടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. സർക്കാരിൻ്റെ ഭാഗം ഇതൊന്നും അല്ല. പൊതുപ്രവർത്തകർ അധികാര സ്ഥാനത്ത് എത്തും. അതിന് മുന്നേ ഉള്ളതൊന്നും പാർട്ടിയുടെ ലെവലിലൊന്നും കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല.
സർക്കാരിൻ്റെ ഭാഗമാകുന്നത് പൊതുജനത്തിൻ്റെ ഇടയിൽ ഇലക്ഷന് നിൽക്കുകയോ സ്ഥാനമാനം ലഭിക്കുമ്പോഴാണ് അവർ സർക്കാരിൻ്റെ ഭാഗമാവുന്നത്. അതിനു മുന്നേ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്. വ്യക്തി ചെയ്യുന്ന കള്ളത്തരത്തിന് സർക്കാർ എങ്ങനെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. ആർക്കെതിരെയാണോ പരാതി, ജുഡീഷ്യൽ കമ്മീഷനാണ് പരാതിയിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. അതെ, അപ്പോൾ ഇവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല, എടുക്കണം. സജി ചെറിയാൻ എങ്ങനെ അയാളും കേവലം ഒരു മന്ത്രി, ഒരു ജനപ്രതിനിധി, അത്രയേ ഉള്ളൂ. നിയമപരമായിട്ട് എല്ലാ മനുഷ്യനും തുല്യരാണ്. നിയമപരമായിട്ട് പോകണം. നിയമം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിനകത്ത് ചില പരാമർശങ്ങൾ പൊതുജനങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത മോശമാകുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് കമ്മീഷൻ്റെ പൂർണ്ണ റിപ്പോർട്ട് ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിക്കണമായിരുന്നു. ഏതെങ്കിലും വേർഡുകൾ, അതായത് ഏതെങ്കിലും പരാമർശം, വാക്കുകൾ ഒഴിവാക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. വ്യക്തികളുടെ പേരുകളല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന പദപ്രയോഗങ്ങൾ എന്തെങ്കിലും പബ്ലിക് പൊതുജനങ്ങൾ വായിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയാൽ ആ വാക്കുകൾ ഒഴിവാക്കാമെന്നല്ലാതെ ആരെയും പേരുകൾ ഒഴിവാക്കാൻ പാടില്ല. എത്ര ഉന്നതരായാലും ആരായാലും ആ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി ഗവൺമെൻറ് അടിയന്തരമായി പ്രസിദ്ധീകരിക്കണം. പൂർണ്ണമായിട്ടും ശരിയല്ലെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഈ കേസെടുക്കുന്നതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായത്. ഇവരെന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ കേസെടുക്കുന്നതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ മുന്നോട്ട് കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിന് പരാതിപ്പെട്ട ആളുടെ എവിഡൻസും കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അവരുടെ എവിഡൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും മറഞ്ഞു നിൽക്കാനാണ് അവർക്ക് ആഗ്രഹിക്കുന്നത്. അത് ഇവർ കേസെടുത്തു കഴിഞ്ഞാലും അവർ രംഗത്തോട്ട് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ കേസ് തോക്കത്തേ ഉള്ളൂ. അന്നേരം ആ രീതിയിൽ അവരുടെ സമ്മതം കൂടെ ഉണ്ടെങ്കിൽ, സമ്മതമല്ല, അവർ ബില്ലിംഗ് ആയിട്ട് ഫ്രണ്ടിലോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പറ്റത്തുള്ളൂ. ബില്ലിംഗ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അവരുടെ മൊഴി നൽകുന്നത്. അല്ല, അവർ ബില്ലിംഗ് ആണെങ്കിൽ അവരത് പറഞ്ഞ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ്. ആ ഒരു അഷ്വറൻസ് കിട്ടിയതിൻ്റെ പുറത്താണ് അവർ ഹേമ കമ്മിറ്റി, ഒരു കമ്മിറ്റി മുമ്പാകെ പോകുന്ന ഒരു കോടതി മുമ്പാകെ പോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ വരുമ്പോൾ എന്ന് പറയുന്നത് അവർ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ആ ഉറപ്പിൻ്റെ പുറത്താണ്. അവരുടെ പേരോ വിവരങ്ങളോ ഒന്നും പുറത്തു പോകത്തില്ല. കമ്മീഷൻ ഇങ്ങനൊരു പ്രവണതകൾ ഈ ഫീൽഡിലുണ്ട്. അന്നേരം അതിന് പരിഹരിക്കാൻ കമ്മിറ്റി ശുപാർശകൾ ചെയ്യുക. അല്ലാതെ ഇവരുടെ ഒരു ഇൻസിഡൻറ്റിനെ എടുത്ത് കാണിച്ചുകൊണ്ടായിരിക്കത്തില്ല അത് ചെയ്യുന്നത്. കോടതി എടുത്ത തീരുമാനമല്ലേ അത്, കമ്മീഷൻ്റെ തീരുമാനമല്ലേ അത്. 180% ശരിയല്ലേ? 180% ശരിയാണ്. 20% അത് അറിയാമല്ല. 180% പറഞ്ഞപ്പോൾ കറക്റ്റാണ്. അതിനകത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കേട്ട അനുഭവം ഉള്ളതാണ്. അതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്. സർക്കാരിൻ്റെ സർക്കാർ തീരുമാനം എടുക്കുകയോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇത്രയും അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ല, ഈ സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു നിലപാട് പറയാൻ അവർ ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് തെറ്റാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങൾ അവരല്ലേ കണ്ടുപിടിക്കേണ്ട. അവർ പേടിച്ചിട്ടായിരിക്കും മറ്റുള്ളവർ പേരുകൾ പറയാത്തത്, പരാതി കൊടുക്കാത്തത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സിനിമ മേഖല എന്ന് പറയുമ്പോൾ പല കള്ളകളികളുള്ള ഒരു ഇതാണ്. അത് നമുക്ക് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. കോടതി എടുക്കുക, അവർ ഇത്തിരി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും സർക്കാർ അന്വേഷിക്കുന്നില്ല. പരാതി കിട്ടിയാലേ അന്വേഷിക്കുന്നതാണ് മന്ത്രിമാരൊക്കെ പറയുന്നത്. ശരിയാണ്. കോടതി പറയുന്നത് പരാതി കിട്ടാതെ കേസെടുക്കാമല്ലോ, പരാതി ഇല്ലാതെ കേസെടുക്കാമല്ലോ. ഇന്നവൾ ഞാൻ പരാതി കൊടുത്തില്ലെങ്കിൽ സ്വയമേധ കേസെടുക്കാമല്ലോ. സർക്കാരിന് അതിൽ വ്യക്തി താല്പര്യങ്ങളായിട്ട് സർക്കാരിന് ഇതിൻ്റെ പിന്നിൽ പറഞ്ഞില്ലേ, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട്. രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സിനിമാ മേഖല എന്നുള്ള എല്ലാം ഉണ്ട്. അണ്ടർവേൾഡ് അടക്കമുണ്ട് സിനിമാ ഫീൽഡ് എന്നുള്ള. അപ്പോൾ അതിനകത്തുള്ള കളി എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും വലിയ എത്ര കാറ്റഗറിയുള്ളവന്മാർ അതിലുണ്ട്. അപ്പം അതിലവരെല്ലാം തീരുമാനിക്കും. അത് ഒരാൾ അന്വേഷിച്ച് ചെയ്ത കാര്യമാണല്ലോ. അപ്പം അതിൽ സത്യം കാണും. പക്ഷേ ആരുടെയും പേര് പുറത്തു വിടില്ല. അത് പുറത്തു വിടണം. ആര് എങ്ങനെ ചെയ്തു എന്ന് ആൾക്കാർ അറിയണമല്ലോ. സ്വകാര്യ വ്യക്തികൾ, ചില ആളുകളുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് സർക്കാർ ഒഴിവാക്കുന്നത് പറയുന്നത്. പക്ഷേ അവർ ചെയ്തിട്ടാണല്ലോ കൾപ്രിറ്റ്സ്. അപ്പോൾ എന്താ പറയാ, അപ്പം അവർക്ക് ഒരു ചാൻസ് കൊടുക്കണം. തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് കൊടുക്കണം. ഓരോവർ അവർ കൾപ്രിറ്റ്സ് ആണ്. നാട്ടുകാരറിയണം അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ കാത്തിരിക്കുന്നത്?
അവർക്ക് എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചുകൂടാ? അവരെ തന്നോട് മോശമായിട്ട് പെരുമാറുമ്പോൾ എൻ്റെ കാര്യത്തിൽ തുടരുത്, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് നടിമാർ തയ്യാറാകുന്നില്ല എന്ന് ചിലർ ചോദിക്കുന്നു. അതിനോട് എന്താ അഭിപ്രായം? അതിനോട് എവറിത്തിങ് കംസ് അറ്റ് എ കോസ്റ്റ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, അവർക്ക് ഫേമസ് ആവാൻ ചിലപ്പോൾ എന്താ പറയാ, ചിലർക്ക് വഴങ്ങി കൊടുക്കേണ്ടി സന്ദർഭം വഴങ്ങി കൊടുക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അവർ നോ പറയണമായിരുന്നു. ലൈക്ക് നമ്മുടെ മാനമാണല്ലോ എല്ലാത്തിലും വലുത്. അവർ പറയണമായിരുന്നു. പിന്നെ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ നമുക്കറിയില്ലല്ലോ അവരുടെ പറഞ്ഞോ ഇല്ലയോ, പറഞ്ഞിട്ടാണോ അല്ല, നോ മീൻസ് അല്ല, മാനസികാവസ്ഥ ഒരു സമയം നമുക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ നമുക്കറിയില്ല. നമുക്ക് എപ്പം ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആവുന്ന അപ്പോഴല്ലേ നമുക്ക് അതിന് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു സംഭവം നടന്നു അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ ആദ്യം നമ്മൾ പ്രതികരിക്കണം. അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പ്രതികരിച്ചാൽ എത്രത്തോളം നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ് പ്രതികരിക്കുക. അല്ല, നീതി കിട്ടും. ഇപ്പം കൊൽക്കത്തയിൽ സംഭവം നടന്നു, എത്ര പ്രതികൾ അറസ്റ്റ് ചെയ്തു? ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ. അപ്പം നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല. പക്ഷെ പ്രതികരിക്കണം, ഓഫ് കോഴ്സ് പ്രതികരിക്കണം. പക്ഷെ നീതി കിട്ടും എന്ന് ഉറപ്പുണ്ടോ ഈ നാട്ടില്? അതുകൊണ്ട് പ്രതികരിക്കാത്തതാവാം. മാനം നഷ്ടപ്പെടുകയും ചെയ്യും, നീതിയില്ല. അതെ, തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുകയല്ലേ അയാള്. അപ്പൊ അയാളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അയാളുടെ പേരിൽ റിപ്പോർട്ടിന്റെ അനുസരിച്ച് വരട്ടെ, അനുഭവങ്ങൾ വരട്ടെ. അയാൾ പറഞ്ഞല്ലോ, പ്രതികരിച്ചത് നമ്മൾ കേട്ടിരിക്കും, ന്യൂസ് ബാക്കിയുള്ളവർ കേട്ടിരിക്കും. അതിന്റെ അന്വേഷണം കൂടെ വരട്ടെ. അന്വേഷണം തൃപ്തികരമാണെങ്കിൽ നടപടിയെടുക്കും. അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. അല്ല, പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നിങ്ങളെ പേരിലൂടെ വന്ന് പറഞ്ഞ് നിങ്ങളിപ്പം നാളെ നിങ്ങളെ റിപ്പോർട്ടർ ചാനലിലാണെങ്കിൽ നിങ്ങളെ പേരിലൊരു പരാതി കൊണ്ട് നിങ്ങൾ ഉടനെ എടുത്ത് കളയാൻ പറ്റും. നിങ്ങളെ പേരിലൊരു അന്വേഷണം വന്ന വ്യക്തി നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാലല്ലേ അത് പറ്റുള്ളൂ, അല്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യം. ശരിയാണ്, 100% ശരിയാണ്. ഒരു വ്യക്തിയെ അയാളുടെ തൊഴിലോ അയാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്തിരിക്കണമെന്ന് പറഞ്ഞ് ഉടനെ എടുത്ത് കളയണ്ട. അയാളുടെ പേരിൽ നടപടി വരട്ടെ. വരുന്ന വ്യക്തമായ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയട്ടെ. തെളിഞ്ഞിട്ട് നോക്കാം. നോക്കിയിട്ട് നമുക്ക് സർക്കാർ എടുത്തു കളഞ്ഞാൽ നമുക്ക് സമരമുറകളിലൂടെ അയാളെ മാറ്റാനുള്ള യുവതലമുറകളുണ്ടല്ലോ, എല്ലാത്തിനും പ്രതികരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഞാനും നിങ്ങൾ വലിയ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ. അപ്പം സർക്കാരിൽ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. ആ പുള്ളിയുടെ പേരിലൊരു വ്യക്തമായ ഒരു തീരുമാനം വരട്ടെ. അന്വേഷണ കമ്മീഷൻ വെക്കട്ടെ. അന്വേഷിച്ച് അയാൾ കുറ്റക്കാരനാണെന്ന് കാണുമ്പോൾ പുറത്തു പോകും. മതി, ഇത്രയും പറഞ്ഞുകൊണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു വനിതാ ജഡ്ജിയെ കൊണ്ടുവന്നാൽ. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ പീഡന കേസിൽ 14 കേസ് രജിസ്റ്റർ ചെയ്തതാണ്. ഒരു കേസും പുറത്തു വന്നില്ല, അനുവദിച്ചില്ല. എല്ലാം പുറത്തു പോയി. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലേ? സമർപ്പിച്ചായിരിക്കും, ആരും അറസ്റ്റ് ചെയ്തില്ലല്ലോ. 2 മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഉമ്മൻചാണ്ടി എത്ര മണിക്കൂറാണ് കമ്മീഷന്റെ മുമ്പേ ഇരുന്ന് വേർത്ത് വെള്ളം കുടിച്ചത് അറിയാമോ? പക്ഷേ അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിലെ പേജുകൾ സർക്കാർ ഒഴിവാക്കി നിർത്തുന്നത് ശരിയാണോ എന്ന ചോദ്യം. അല്ല, പേജുകൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയായിരിക്കും. അത് ഞാൻ റിപ്പോർട്ട് വായിക്കാൻ ഞാൻ അത്ര സയന്റിസ്റ്റ് ഒന്നും അല്ല. ഞാൻ പൊതുകാര്യങ്ങളിൽ നമ്മളൊരു നാട്ടുകാരനെന്നുള്ള രീതിയിൽ പ്രതികരിക്കണമെന്നത് ഉള്ളതേ ഉള്ളൂ. ഇപ്പം അത്രയ്ക്കു അനുഭവങ്ങളുള്ള വ്യക്തികൾ കഥക് തട്ടിയെങ്കിലും വന്ന് ക്ഷണിച്ചുവെങ്കിലും നിങ്ങൾക്ക് അവസരങ്ങൾ കൂടുതൽ തരാമെന്ന് പറഞ്ഞവർ അങ്ങനെയുള്ളവർ വ്യക്തിപരമായിട്ട് കൊടുക്കട്ടെ. കേസ് ഫയലിട്ട് സർക്കാർ പറയുന്നില്ല, വ്യക്തിപരമായിട്ട് നിങ്ങളുടെ പേര് അയാൾ കൊടുത്താൽ സർക്കാർ തള്ളിക്കളയില്ല. ആ നടപടി എടുത്ത് തന്നെ തീരും. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തണം. അല്ല, അത് ഇത് പറഞ്ഞുകൊണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ, എത്ര ഉന്നതനായാലും ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. ഇപ്പം ഈ ഒരു ഇത് വന്നപ്പോൾ രഞ്ജിത്തിൻ്റെ വിഷയം ഞാൻ പത്രത്തിൽ കണ്ടതാണ്. ഇത്രയും കാലം അവർക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണല്ലോ അത് ഈ ഒരു വിഷയം വന്നപ്പോഴാണ് അവർ പ്രതികരിച്ചത്. ഇന്ന് ഉഷേര ഒരു ഇതുണ്ട്, പഴയ നടി ഉഷേര ഒരു ഇത് വായിച്ചായിരുന്നു. അവർക്ക് എന്തുകൊണ്ട് നേരത്തെ അത് പറയില്ല? ഇപ്പോഴും ഇതൊക്കെ വന്നപ്പോഴാണ് അവർക്ക് മുന്നോട്ട് വരുന്നത്. അങ്ങനെ പറയാതിരുന്നത് തെറ്റാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ ഇവർ എത്ര നാളെ കൊണ്ട് പറഞ്ഞില്ല. തെറ്റാണ്, അവർ പ്രതികരിക്കാത്തത് തെറ്റാണ്. ഇപ്പം എന്താണ് ഈ ഒരു വിഷയം വന്ന ഹേമക്കാവ് വിഷയം റിപ്പോർട്ട് വന്നപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? അവരിന്ന് ഫീൽഡിലില്ല, ആ നടി പോലും ഇന്ന് ഫീൽഡിലില്ല. അവരൊക്കെ ഔട്ട്സൈഡില്ല. അവരൊക്കെ സിനിമ മേളിൽ അവരെ തന്നെ പറയുന്നുണ്ട് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളിൽ. കൊച്ചി എന്ന് പറഞ്ഞ ഒരു അണ്ടർവേൾഡ് ഗ്യാങ്ങിലുള്ള ഒരു സ്ഥലമാണ്. സിനിമാ മേഖലയിൽ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. അതിനകത്ത് ഒരുപാട് കള്ളക്കളിയുണ്ട്. ഇപ്പം എടുത്തു പറയുന്നില്ല, എന്നാണ്ട് ഒരുപാട് കളികളുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാണുമായിരിക്കും. സിദ്ദിഖ് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചാൽ ഇത് കറക്റ്റാണ്, ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ്. വന്നു.
പിന്നെ രേവതി എന്ന് പറയുന്ന ഒരു നടി ആരോപണം ഉന്നയിച്ചു. ഇത് നേരെ അവരൊരു സംഘടന ഉണ്ടാക്കിയിട്ട് അവർ ഇത്രയും ഇത് വന്നിട്ട് പോലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലുള്ള പീഡനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ആരും അന്വേഷിക്കുന്നില്ലല്ലോ. അന്വേഷിക്കാനുള്ള ഇതുണ്ടെങ്കിൽ പിന്നെ എന്താ അന്വേഷിക്കണം? ആരന്വേഷിക്കും? റിപ്പോർട്ടിന്റെ വിജയം സത്യത്തിൽ ആർക്ക് കൊടുക്കാൻ പറ്റും? WCC കൊടുക്കാൻ പറ്റുമോ അതോ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? വനിതകളുടെ ഒരു കൂട്ടായ്മയല്ലേ ഇത്. അവർക്ക് വേണ്ടി നിൽക്കേണ്ട നമ്മളടക്കം നിൽക്കണം. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് നാളെ എന്ത് സംഭവം നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ പ്രതികരിച്ച് തന്നെ തീരണം. പെണ്ണുക്ക് എന്ത് വന്നാലും പ്രതികരിക്കണം. അപ്പോൾ കേൾക്കുക പെണ്ണുങ്ങൾ മോശമല്ലേ എന്നേക്കാം, അതിലും ഉണ്ട്. ഇതിന് വേണ്ടി കാശിന് വേണ്ടി മാത്രം എത്രയോ പെണ്ണുങ്ങളുണ്ട്. അതുപോലെയല്ല ജീവിത മാർഗമായിട്ട് വീട്ടിലൊക്കെ വന്നു പെട്ട് അബദ്ധത്തിൽ ചെന്ന് കെണിയിൽ വിടുന്നതും ഉണ്ട്. അപ്പോൾ അതിന് ഏതൊരു ഒരു സ്ത്രീകളുടെ ഒരു സംഘടന ഉള്ളപ്പോൾ അവരെ തന്നെ അന്വേഷിക്കട്ടെ, അവരെ തന്നെ മുന്നോട്ട് പോകണം. അതിന് നമ്മൾ 100% സപ്പോർട്ട് ചെയ്യും. നമ്മളെ കാശുകൊണ്ടല്ലേ ഇവരൊക്കെ ചെയ്യും. നമ്മുടെ സിനിമ ഉണ്ടല്ലേ ഇവരെല്ലാം വീട്ടിയിരിക്കും ഇല്ലേ? നമ്മളെല്ലാവരും ഇത്ര പറയാം. കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് വിജയിക്കണ്ടേ? നമ്മളിപ്പോൾ സപ്പോസ് സർക്കാർ ഒരു കേസ് എടുക്കുവാണ്, ഇന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊരു കേസ് എടുക്കുവാണ്, ആ കേസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോടതിയിൽ ഇവർ മൊഴി പറയണം. അന്നേരം അവർ അത് പബ്ലിക്കായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ അവർ വില്ലിംഗ് ആയിട്ട് കോടതിക്ക് അറിഞ്ഞാൽ പോരെ. അത് തന്നെ അവർ വന്നില്ല. കോടതി ആയാലും എവിടെയായാലും അവർ വരാൻ സന്നദ്ധരായില്ലെങ്കിൽ എടുക്കുന്ന കേസ് അവിടെ അപ്പോൾ തോറ്റില്ലേ? പക്ഷേ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണ്ടേ എന്നാണ് ചോദ്യം. അല്ല, ഗവൺമെന്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കംപ്ലൈന്റ് ഇവർ തയ്യാറാണെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തോക്കുന്ന ഒരു കേസ് ഒരു ക്രൈം നടന്നിരിക്കട്ടെ, ഇതെന്ന് പറയുന്ന ഒരു വലിയൊരു ഫീൽഡിൽ നടക്കുന്ന ചില അഴിമതിയില്ല. ഹേമ കമ്മിറ്റി എന്തിനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കമ്മിറ്റി പഠിച്ചിട്ട് അതിനെന്തൊക്കെ പരിഹാരങ്ങൾ കാണാം. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ കേസെടുക്കാൻ വേണ്ടിയല്ല ഹേമ കമ്മിറ്റി കൂടിയത്. ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഫിലിം ഫീൽഡിൽ ഒരുപാട് അനാശാസ്യ പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് കാണുകയും അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ജനറലായിട്ടുള്ളൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ ഇതെടുക്കണം. ഇതിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇന്ന വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പം അവർ ഉന്നയിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലേ? WCC അവരൊക്കെ ഉന്നയിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ത്രീകളുടെ അസമത്വവും അവർ അനുഭവിക്കുന്ന പീഡനങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് വരാത്ത രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും അവർ ബില്ലിംഗ് ആണ്. അവർ ഏത് കോടതിയിലും വന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട് വേറെ ഏതോ ഒരു ബംഗാൾ നടി അല്ലേ, വെസ്റ്റ് ബംഗാളിൽ ഒരു നടി വന്നത് അവർ ഫ്രണ്ടിലോട്ട് വരുവാണ്. ആ കേസിൽ തീർച്ചയായിട്ടും എടുക്കണം. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പക്ഷേ അവർ പരാതി ഇല്ലാതെ തന്നെ അവരിങ്ങനെ വെളിപ്പെടുത്തിയതുകൊണ്ട് അവർ മാധ്യമത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് എന്ന് പറഞ്ഞതാണ് അല്ലേ? അന്നേരം പിന്നെ അതിൽ കേസെടുക്കാം. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം പ്രോസിക്യൂഷൻ കേസായിട്ടാണല്ലോ എടുക്കുന്നത്. പ്രോസിക്യൂഷൻ കേസ് എടുക്കാൻ നേരത്ത് അതിൽ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ഇരയാക്കപ്പെടുന്നവർ തന്നെ ആയിരിക്കും. അതിന് ആ ഇരയാക്കപ്പെടുന്നവർ ഇപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്ന സ്ഥിതിക്ക് അതിൽ കേസെടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഒരു എവിഡൻസ് ആയിട്ട് എടുക്കുക അവർ വന്ന് പറയുന്നത്. മറ്റേന്ന് പറയുന്ന പ്രൈമാ ഫേസി കേസ് ഇല്ലെന്നുള്ളതല്ല, അവരൊരു ഫസ്റ്റ് എവിഡൻസ് ഇല്ല. അവരെന്ന് പറയുന്ന ഒരു കമ്മിറ്റി മുമ്പാകെ പറഞ്ഞ കാര്യമാണ്. അത് രഹസ്യ സ്വഭാവത്തിൽ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞൊരു കേസാണ്. അതല്ലാതെ അവരൊരു കേസായിട്ട് അത് കാര്യം പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടി വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടെടുത്ത് എങ്ങനെ മുന്നോട്ട് ഇനി മറ്റൊരാൾക്ക് ഇത് സംഭവിക്കരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ലോ കൊണ്ടുവരണം. അത് അങ്ങനെ തന്നെ ചെയ്തു പോകാൻ വേണം. നിയമം കുറച്ചുകൂടി ഇവിടെ ലൂസാണ്. എന്തും ചെയ്യാം, എന്നിട്ട് ഒളിച്ചു പോവാം. 2 ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും മറക്കും, പുതിയ കണ്ടന്റ് വരും, അതിൻ്റെ പുറകെ ആൾ പോകും. ഈസി. ദാറ്റ്സ് ഓൾ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തൊരു രാജ്യത്ത് കാണുന്ന പോലെ അല്ല ഇവിടെ. പുറത്തൊരു രാജ്യത്ത് ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു അക്രമം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെടുക്കുന്ന നടപടി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അവന് ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ ഒരു മാറ്റം വരണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും നല്ല ആഗ്രഹമുണ്ട്. അത് ഇതെടുക്കുന്ന കാര്യങ്ങളും ശരിയല്ല. നിയമപരമായിട്ടുള്ള നടപടിക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ അതിൽ കുറേ പേര് അവരവരുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അപ്പം എത്ര 1000-700 എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ പരിമിതമായിട്ട് അറിവ് വെച്ച് 1000-700 എത്ര പേജുള്ള റിപ്പോർട്ടാണ് വന്നത്. അതിൽ 200 എത്ര പേജ് വെളിയിൽ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ എനിക്ക് അറിഞ്ഞൂടെ അതിനെപ്പറ്റി. എന്നാൽ ബാക്കി എന്തോ മറ്റേ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളായാലും ബാക്കി കാര്യങ്ങളായാലും കുറേ ഈ ഇഷ്യൂസുള്ള ഇപ്പം ഏതോ പ്രമുഖ നടന്മാർ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ കണ്ണികൾ ആയിട്ടുള്ള ഇത് പറയുന്നുണ്ട്. അപ്പം അത് പുറത്ത് വരണം. അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അതിന് പുറത്ത് നമ്മളൊരു ഒന്നുമില്ലെങ്കിലും നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല പടങ്ങൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ലൊരു ഇൻഡസ്ട്രി മോശമായി പോകുന്നതിൽ ഒരു ഇതുണ്ട്. അപ്പം ഇതിൽ കേസ് എടുക്കേണ്ടതല്ലേ സർക്കാർ ചെയ്യേണ്ട പരിപാടി? സർക്കാർ കേസ് എടുക്കുന്നില്ല. അത് ആരെങ്കിലും വന്ന് പരാതി നൽകിയാലേ എടുക്കുമെന്ന് പറയുന്നു. അത് ശരിയാണ്.
എടുക്കേണ്ടതാണ്. ഇപ്പം സ്വയമേ എടുക്കേണ്ടതാണ്. പരാതി നൽകിയാൽ എടുക്കും. അതിനെപ്പറ്റി എനിക്ക് പറയാൻ ലീഗലി ഇവരെല്ലാവരും പറയുന്ന പോലെ സിനിമാ മേഖലയിൽ ഒരു 15 അംഗ പവർ കമ്മിറ്റി ഉണ്ട്, അല്ലെ പവർ സംഘമുണ്ടെന്ന് തോന്നുന്നു. കാണുമായിരിക്കും. നമ്മൾ വെളിയിൽ നമുക്കിപ്പം അതിനകത്ത് എന്താണ് നടക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ പബ്ലിക് എന്നുള്ള രീതിയിൽ നമുക്ക്, എന്നാലും നമുക്കിപ്പം കാണുമെന്നാണ് എൻ്റെയും വിശ്വാസം. പേഴ്സണലി എൻ്റെ വിശ്വാസം കാണുമെന്നാണ്. ഇപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും ഒരു തലപ്പത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു കോർ അതിൽ കാണും, ഒരു കോർ ഗ്രൂപ്പ് അതിൽ കാണും, ഏത് ഇൻഡസ്ട്രി ആയാലും. അത് ഒരു 15 പേരിൽ നിൽക്കുന്ന ആവണമെന്നില്ല. ഈ പറഞ്ഞ ഇപ്പോൾ എന്താ ഓരോ പേര് വരുന്നവരിൽ എല്ലാം നമ്മൾ ഈ ഇപ്പോൾ പുറത്തു വന്ന പേരൊക്കെ ആയിരിക്കില്ല ഈ 15-ലുള്ളത്. ചിലപ്പോൾ 15-ലുള്ളത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരും ഇപ്പോൾ ഈ നമ്മൾ മലയാളികൾ ഒരു കുറച്ച് പേരെ വിചാരിച്ചിട്ടുണ്ടാവും ഈ 15 പേര് ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും പവറിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും, അമ്മയുടെയൊക്കെ മുകളിൽ നിൽക്കുന്നവരായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ആവണമെന്നില്ല. ഈ പേര് വന്നവർ 15 കൂടുതലുള്ളവരായിരിക്കാം. അപ്പം ഈ പ്രശ്നത്തിന് ഒരു ഇതുണ്ടാവണം, ഒരു കേസ് അതിൻ്റെ രീതിയിൽ ഒരു ന്യായമായിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അത് ഇന്ന 15 പേർക്ക് മാത്രമേ ശിക്ഷിക്കാവൂ അങ്ങനെയൊന്നുമില്ല. അത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ളൊരു മാന്യമായ ഒരു ഇതുണ്ടാവണം, അത്രേ ഉള്ളൂ. ഏത് ഫീൽഡ് എടുത്താലും ഉണ്ടാവും ഇതേ പ്രശ്നങ്ങളും. ഇതുപോലെ ഒരു ഹയർ ചെയ്യുന്ന ഒരു അതോറിറ്റീൻ്റെ അടുത്ത് കീഴ്പ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെ എതിർത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിന് മുമ്പിൽ ഇതായി പോകേണ്ടി തന്നെ വരും. അപ്പോൾ ഈ ആരൊക്കെയാണത് ഫേസ് ചെയ്തതെന്ന് തോന്നില്ല, എല്ലാവരും തുറന്നു പറഞ്ഞിട്ട് വരണം. അല്ലെങ്കിൽ ശരി, സർക്കാരിൻ്റെ ഇതിലെ ഈ നിലപാട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ ആദ്യം മുതലുള്ള നിലപാടിനെ പറ്റി എന്താ തോന്നുന്നു? സാർ, അതിപ്പം നമുക്കിപ്പോൾ അഭിപ്രായങ്ങൾ പലതും പറയാമല്ലോ. അപ്പം സർക്കാർ എടുക്കുന്നുണ്ടോ, അതിനകത്ത് ഇനി വേറെ ആരെങ്കിലും കൈകളുണ്ടോ എന്നൊക്കെ പറയേണ്ടത് ഞങ്ങളല്ലല്ലോ. മലയാള സിനിമയിലുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ സർക്കാരിൻ്റെ ബേസിലാവുന്നുള്ളൂ. സർക്കാർ എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ പറയുന്നോ അതിനനുസരിച്ച് വേണം മറ്റുള്ളവർ കീഴ്പ്പെട്ട് മാറാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 15 അംഗമുണ്ട്, അതേപോലെ തന്നെയാണ് സർക്കാർ. ഈ സർക്കാരിനെ ബേസ് ചെയ്തിരിക്കുന്ന ഇപ്പം മന്ത്രിപുത്രന്മാർ അടക്കമുള്ളവരുണ്ടെന്ന് അതിനകത്ത് പറയും. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർ നിലപാട് ഇതിപ്പോൾ പൂഴ്ത്തി വെച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും അത് പുറത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല, അതിനകത്ത് അതിനങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടതിന് ശേഷമല്ലേ പറഞ്ഞത്. മറ്റേ ഇരകളുടെ ബേസിലോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തൊരു പ്രൈവറ്റ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും എടുത്തതിനുള്ള ഒരു മിനിയേച്ചർ മാത്രമുള്ള ഒരു റിപ്പോർട്ട് മാത്രമല്ല ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് പൂഴ്ത്തി വെച്ചതാണോ അല്ലയോ ഒന്നും ഞാൻ പറയാൻ ആളല്ല. അങ്ങനെ ഒരു നോയിലും എസ്സിലും നിൽക്കുന്ന ചോദ്യമല്ലല്ലോ സാർ. അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പം അതിന് കട്ടാകായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിനകത്ത് ഇപ്പം എനിക്ക് ഓൺലൈൻ മീഡിയകൾ വഴിയും ഇപ്പം നിലവിലുള്ള മുൻധാരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ വഴിയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു സർക്കാർ തെറ്റാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിനിമാക്കാർ മൊത്തം തെറ്റാണെന്നോ ഒന്നും ഞങ്ങൾക്ക് പറയാൻ യാതൊരു റൈറ്റും ഇല്ല. അപ്പോൾ പിന്നെ അത് പൂഴ്ത്തി വെച്ചതാണോ അതോ ഇനി ആരെങ്കിലും അതിന് മേലെ ഇൻഫ്ലുവൻസ് ചെയ്തോ ഒന്നും നമുക്ക് അതിൻ്റെ എവിഡൻസ് ഒന്നുമില്ല. കാര്യങ്ങൾ നടക്കുമല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിനൊരു ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വന്നു, അങ്ങനെ ഒരു ഇഷ്യൂ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ 15 അല്ല 25 അംഗങ്ങളാണ്. ഈ 15 പേര് മാത്രമാണോ തെളിയിക്കപ്പെടട്ടെ.